ചേട്ടൻ എവിടുന്നാ വരുന്നേ? ഞാൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലം കാഞ്ഞിരംപാറ VKP നഗറിൽ. എൻ്റെ പേര് വിൻസെന്റ്. ചേട്ടന്റെ പേരില് ഇത് VB ബാംബു ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് മാതിരിയാണ്. ഞാൻ തന്നെയാണ് സ്ഥാപനം നടത്തുന്നത്. സ്ഥാപകനും ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, ഒരു 3 വേറെ സ്റ്റാഫ് ഉണ്ട്. പിന്നെ ഞാൻ കേരള സ്റ്റേറ്റ് ബാംബു മിഷന്റെ ട്രെയിനിങ് മാസ്റ്റർ ആണ്. BCSന്റെ എംപാനൽ ട്രെയിനിങ് മാസ്റ്റർ ആണ്. പിന്നെ ഓൾ തല എക്സിബിഷൻ ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഡൽഹി ട്രേഡ് ഫെയറിന് 2013 മുതൽ പോകാൻ തുടങ്ങി. ഈ കോവിഡ് സമയത്തിന് മാത്രമേ ഒരു 2 വർഷത്തെ ബ്രേക്ക് വന്നുള്ളൂ. അതിന് ഒരു 3 ഫസ്റ്റ് കേരള സ്റ്റേറ്റ് ബാംബു മിഷന് വേണ്ടി പൗലിയനിൽ നമ്മൾ നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ പല സ്റ്റേറ്റുകളിലും ഇത് കണക്ക് ഗവൺമെന്റിന്റെ ഇതില് എക്സിബിഷന് പോകുന്നുണ്ട്. ഇതിന്റെ ഒരു പാരമ്പര്യമായിട്ട് അമ്മ അച്ഛനൊക്കെ കുട്ട പട്ടി നെയ്യുന്നതാണ്. ആ MSSന്റെ കീഴിൽ നിന്നാണ് ട്രെയിനിങ് മാസ്റ്ററായി ചർച്ചാണ് ഒരു ജീവിതമാർഗം തന്നത് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി. ആ ചർച്ചിന്റെ കീഴിലാണ് അങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് തന്നെ ട്രെയിനറായിട്ട് പോയി തുടങ്ങിയത്. പിന്നെയാണ് കേരള സ്റ്റേറ്റ് ബാംബു മിഷന്റെ കീഴിലും പിന്നെ ടൂറിസം വകുപ്പിന്റെ ഇതിലും പിന്നെ കേരള വ്യവസായ വകുപ്പിന്റെ കീഴിലൊക്കെ പല സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. ത്രിപുരയിൽ പോയി ഡിസൈനിങ് പഠിച്ചതാണ്. അത് ബാംബു മിഷന്റെ കീഴില് തിരുവനന്തപുരത്തു നിന്നും ബാംബു ക്രാഫ്റ്റിന്റെ ഇതില് 23 വരെ കൊണ്ടുപോയി കേരളത്തിൽ നിന്ന്. അതിലൊരു വ്യക്തി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എന്നെ കൊണ്ടുപോയി. അതിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. കേരള സ്റ്റേറ്റ് ബാംബു മിഷന്റെ ബാംബു മിഷന്റെ കരകൗശല ശില്പി എന്നുള്ള ഒരു കാർഡുണ്ട്. ഇത് കംപ്ലീറ്റ് മുളയിലാണ്. ഈറ്റ മുള പ്രോഡക്റ്റ്. ഈ മുള നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോറസ്റ്റ് നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഈറ്റ നമ്മുടെ ഇപ്പം KFR എന്നാണെങ്കിലും തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് ആനമുളയാണ്. ഇത് ആനമുളയുടെ പ്രോഡക്റ്റുകളാണ്. ഇതെല്ലാം ആനമുളയാണ്. ഇത് തിക്നെസ് കൂടുതലാണ്. ഇതിലെയാണ് ഈ ഹാൻഡിക്രാഫ്റ്റിന്റെ ഐറ്റംസ് കൂടുതലും ഉണ്ടാക്കാൻ പറ്റുന്നത്. ആനമുളയിൽ ഉണ്ടാക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷിങ് കിട്ടും. വയനാട് ഞങ്ങളുടെ ബാംബു മിഷന്റെ കീഴിൽ തന്നെ ഞങ്ങൾക്ക് ഇതിന് വ്യത്യാസം വരും. ഇതിന് വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം കിട്ടില്ല. ക്രാഫ്റ്റ് ഐറ്റം ഉണ്ടാക്കാൻ എളുപ്പം കിട്ടില്ല. ഇത് കൂടുതലും വയനാടാണ് കിട്ടുന്നത്. പിന്നെ 314 ഐറ്റം മുള ഉണ്ട്. ഇത്രയും തിക്നെസ് വരണമെങ്കിൽ എത്ര വർഷം പിടിക്കും? ഈ മുള തിക്നെസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തിക്നെസ് വരണം എന്ന് പറഞ്ഞാൽ ഇത് മുളയുടെ മോൾ എപ്പോഴും നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കും. അല്ല, ഇത് എത്ര വർഷം പഴക്കമായിരുന്നു? ഒരു 7 കൊല്ലം ആകുമ്പോഴും നമുക്ക് മുള ഇത്രയും വരും. 7 കൊല്ലത്തിന് മുന്നേ വരും. ഇത് പൊടിച്ച് വരുമ്പോഴേ ഈ ആനമുള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിച്ച് വരുമ്പോഴേ അത് വലിപ്പത്തിന് തന്നെ വരും. വലിപ്പത്തിന് വന്നു കഴിഞ്ഞാൽ ആ വലിപ്പം തന്നെയാണ് മുകളിലോട്ട് പോകുന്നത്. ഒരു 70 അടിയോളം മുള പോവാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പുല്ലില് ഏറ്റവും കൂടുതൽ പുല്ലെന്ന് പറയുന്നതില് പുല്ല് ഐറ്റത്തില് ഏറ്റവും വലിയ പുല്ലെന്ന് പറയുന്ന മുളയാണ്. ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കല്ലമുള എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. ഓലമുളയുണ്ട്. പിന്നെ സ്റ്റോസ്റ്റി ബാംബു ഉണ്ട്. പിന്നെ പിലാത്തി ഉണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റം മുള ഇവിടെ നമുക്ക് ഒരു 10-20 ഐറ്റം മുള നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. ഇത് മണി പ്ലാന്റിംഗ് ആണ്. ചെടി നടാനാണ്. അപ്പൊ ഇതിനകത്ത് മണ്ണ് ലൈവായിട്ട് ഒരു കുഴപ്പം ചെയ്യില്ല. ഇത് കെമിക്കൽ പ്രോസസ്സിങ് ചെയ്തതാണ്. നമുക്ക് ഗാർഡനിൽ യൂസ് ചെയ്യാം. വീട്ടിന്റെ സെറ്റ് ഔട്ട്, ബാൽക്കണിയില്, പൊസിഷൻ പ്ലാന്റിംഗ്. ഇല്ല, കുഴപ്പം ചെയ്യില്ല. ഇത് നമുക്ക് വീട്ടിലൊക്കെ ആവുമ്പോഴും നമ്മൾ ഹോളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒന്ന് ജസ്റ്റ് നമ്മൾ ഇവിടെ സൈഡിലോ അടിയിലോ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ താഴെ വരുമ്പോൾ വെള്ളം താഴെ വീഴുമ്പോൾ ടെയിലിന് നമുക്ക് വാഷിംഗ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇത് മണ്ണിനനുസരിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ മണ്ണ് ഡ്രൈ ആവില്ല. ചെടി എപ്പോഴും പച്ച പിടിച്ച് നിൽക്കും. അതാണ് ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള ഇത്. ഇതൊക്കെ വീട്ടില് ചുമരിലൊക്കെ വെക്കേണ്ടതാണ്. ഇതും അങ്ങനെ തന്നെയാണ്. പല ഇത് റേറ്റ് 50 രൂപ മുതല് ഇപ്പൊ ഇത് നമുക്ക് വരുന്നത് 200 ആണ്. 200. ഇത് ഹാങ് ചെയ്യുന്നത് ഇത് 100 രൂപയാണ്. അത് വുഡാണ്. ഇതോ ഇത് എത്ര രൂപ?
ഇത് നമ്മളിപ്പം വിൽക്കുന്ന 500 രൂപയാണ്. 500. ഇത് നമുക്ക് സ്റ്റിക്ക് ഫ്ലവർ ഇട്ട് വെക്കാം. കണ്ടെയ്നർ എന്ന് പറയും. സ്റ്റിക്ക് ഫ്ലവർ ഇട്ട് വെക്കാം. നമുക്ക് മണ്ണ് ഇത് ലൈവായിട്ട് ഇട്ട് എന്ത് സാധനം വേണമെങ്കിലും സ്റ്റിക്കായിട്ടുള്ള എന്ത് വേണമെങ്കിലും ഇട്ട് വെക്കാം. പിന്നെ വീട്ടിന് പൊസിഷൻ അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ ഇതിൽ അക്രൈലിക് പെയിന്റിങ്ങോ മ്യൂറൽ പെയിന്റിങ്ങോ കൊടുത്ത് വെറൈറ്റി ആയിട്ട് ഡിസൈൻ മാറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മൊബൈൽ സ്റ്റാൻഡാണ്. മൊബൈൽ നമുക്ക് ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം. വെച്ച് പിക്ചർ കാണാം. എങ്ങനെ വില? അതിന് 150 ആണ്, 150 ആണ്. ഈ സാമ്പ്രാണിത്തിരിയോ? സാമ്പ്രാണിത്തിരി 100 ആണ്. ഇത് നമുക്ക് റൈസ് കട്ടറായിട്ട് യൂസ് ചെയ്യുന്നതാണ്, ചോറ് കോരാനായിട്ട്. ഇത് കുക്കറിനും നോൺ സ്റ്റിക്കിനൊക്കെ യൂസ് ചെയ്യാം. കുക്കറിനാകുമ്പോഴേ തവി ആവുമ്പോഴേ അതിന്റെ സെന്ററിലേക്ക് കിടന്ന് കറങ്ങും. ഇതാവുമ്പോൾ സൈഡ് മൊത്തം നമുക്ക് കിട്ടും. ഇത് നമുക്ക് സ്റ്റബ്ബറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് പുറം ഇത് ഡ്രൈ ആയിട്ട് ടീ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെ വില? ഇത് 600 ആണ്. 600. ഇത് ബാംബു ആണോ? ഡ്രൈ ആണ്. ബാംബു കൊണ്ട് തന്നെയാണ്. ടീ ഡ്രൈ. ഇത് നാഴിയാണോ? അത് 1/2 കിലോ അരി കൊള്ളുന്ന നാഴിയാണ്. ഏതാണ് ഇത്? ഇതല്ല. ഇത് ഒരു മ്യൂസിക് സൗണ്ട് ആണ്. ഇതിന് മഴമൂളി എന്ന് പറയും. പിന്നെ ഇതിന്റെ ഇംഗ്ലീഷിൽ പറയും റെയിൻ മേക്കർ എന്ന് പറയും. സൂപ്പർ. റെയിൻ മേക്കർ, മഴമൂളി എന്ന് പറയും. മഴ പെയ്യുന്ന സൗണ്ട്. അത് വെള്ളച്ചാട്ടത്തിന്റെ ഒരു സൗണ്ടാണ്. ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പ്രായം ചെന്നവർക്ക് വീട്ടിൽ രാവിലെ അവർക്ക് ഒന്ന് ടൈം പാസിന് വേണ്ടി ഒന്ന് എക്സസൈസ്, രണ്ടാമത് ഈ ഒരു സൗണ്ടിന്റെ നാച്ചുറൽ സൗണ്ട് നമുക്ക് കിട്ടുന്നത് അതാണ്. ഡ്രില്ല് ചെയ്യുന്നുണ്ട്. ഡ്രില്ല് ചെയ്ത് ഈ മുളയുടെ ഇതിൽ നിന്ന് തന്നെ നമ്മൾ ആണിയായിട്ട് എടുത്ത് അടിച്ചു വെച്ചിട്ട് വേറൊരു സംഭവം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ ട്രേഡ് സീക്രട്ട് ആണ്, അത് പുറത്ത് പറയില്ല. അത് പറയില്ല. അത് ട്രെയിനിങ്ങിനാവുമ്പോഴും നമ്മൾ പറഞ്ഞായിരിക്കും. ഇത് പുട്ടുകുറ്റി നമുക്ക് 150-നുണ്ട്. ഇത് നമ്മൾ സ്റ്റോപ്പ് സ്റ്റിക്ക് ആയിട്ടാണ്, സ്റ്റോപ്പ് സ്റ്റിക്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ടുള്ളത്. ഇത് പുട്ടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കുക്കറിൽ യൂസ് ചെയ്യാം, അതിന്റെ ഹോള്. പിന്നെ നമുക്ക് ചില്ല് ചിരട്ടയുടെ അതേ ചില്ലാണ്. ചിരട്ടയുടെ ചില്ല്, സാധാ ചില്ല്. ഇതിങ്ങനെ നമുക്ക് ഇട്ട് നമുക്ക് ഇത് തള്ളാനുള്ള കമ്പാണ്. കുക്കറിൽ തന്നെ ഉപയോഗിക്കാം. അതെ, കുക്കറിൽ തന്നെ യൂസ് ചെയ്യാം. ഇത് 150 ആണ്, 150. പിന്നെ ഇത് വിൻചെയിനാണ്. വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് കെട്ടി തൂക്കി ഇടാനുള്ള ഒരു ഇതാണ്. നമുക്ക് ഇങ്ങനെ അടിക്കുമ്പോഴും ഇങ്ങനെ സൗണ്ട്, ഇത് പിടിച്ചടിക്കുമ്പോഴുള്ള ഓരോന്നിനും ഓരോ സൗണ്ടാണ്. പിന്നെ ഇത് ബാംബു കർട്ടൻ ആണ്. നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഒറിജിനല്. ഇത് നമുക്ക് മേളിലോട്ട് ഫുള്ള് വേണമെങ്കിലും ഒഴിച്ച് വെക്കാം. ഇത് ഡിസ്പ്ലേ ഇതങ്ങനെ വെക്കും. പിന്നെ താഴോട്ട് ഇറക്കുന്ന ഇത് സ്ക്വയർ ഫീറ്റ് ഇപ്പൊ 150 ആണ്. ഇത് ഓരോ മെറ്റീരിയലിനും ഓരോ റേറ്റാണ്, തിക്നെസ് അനുസരിച്ചുള്ള റേറ്റാണ്. ഇത് വ്യത്യാസം. ഇത് തിക്നെസ് കൂടുതലാ, തിക്നെസ് കുറവ്, എന്നാൽ കാണാൻ ഭംഗി ഇതാണ്.